$1 ട്രില്യൺ കമ്പനിയായ ആപ്പിൾ കാണിച്ചൊരു എച്ച് പരിപാടി പറ്റിയിട്ടാണ് ഇന്ന് പറയാൻ പോകുന്നത്. നമ്മളുടെയൊക്കെ ഫോണുകളിൽ സോഫ്റ്റ്വെയർ അപ്ഡേറ്റുകൾ വരുന്നത് ആ ഫോണിന്റെ പെർഫോമൻസ് കൂട്ടാനും അതിന്റെ ഡ്യൂറബിലിറ്റി കൂട്ടാനും ഒക്കെയാണ്. എന്നാൽ ഇതേ പേര് പറഞ്ഞിട്ട് തന്നെ 2017 ആപ്പിൾ ഒരു അപ്ഡേറ്റ് അവരുടെ ഐഫോണുകളിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു. പുതിയ ഫോണുകളിലെ പെർഫോമൻസും കാര്യങ്ങളും ഒക്കെ കുറച്ചുകൂടിയൊക്കെ ബെറ്റർ ആയി. എങ്കിലും ആ ഒരു സോഫ്റ്റ്വെയറിനകത്ത് ഒരു ചതി ഒളിഞ്ഞിരിപ്പുണ്ടായിരുന്നു. അതായത് പഴയ മോഡൽ ഐഫോണുകൾ ഉപയോഗിക്കുന്ന ആൾക്കാരുടെ ഫോണുകളെ നല്ല രീതിയിൽ തന്നെ സ്ലോ ആക്കുന്ന രീതിയിലുള്ള ഒരു അപ്ഡേറ്റ് ആയിരുന്നു അവർ കൊടുത്തത്. ആപ്പിളിന്റെ പഴയ ഫോൺ ഉപയോഗിക്കുന്ന ആൾക്കാരെ കൊണ്ട് പുതിയ ഐഫോണുകൾ വാങ്ങിപ്പിക്കാനുള്ള ഒരു തന്ത്രമായിരുന്നു ആപ്പിൾ അന്ന് ചെയ്തത്. എന്നാൽ ആപ്പിളിന്റെ കമ്പനിക്കാരെന്ന് പറഞ്ഞത് ബാറ്ററി പെർഫോമൻസ് കൂട്ടുന്നതിന്റെ ഭാഗമായിട്ടാണ് പെർഫോമൻസ് ശകലം കുറച്ചത് എന്നായിരുന്നു. അവസാനം ഒരുപാട് പേര് കംപ്ലൈന്റും കാര്യങ്ങളൊക്കെ കൊടുത്തതിന് ശേഷം ആപ്പിൾ ഈ ഒരു പ്രശ്നങ്ങളൊക്കെ പറഞ്ഞു ഒതുക്കുകയും പുതിയ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് കൊടുക്കുകയും ബാറ്ററി ഇഷ്യൂ വന്ന ഫോണുകൾക്ക് കുറഞ്ഞ ചെലവിൽ ബാറ്ററി മാറ്റി കൊടുക്കുകയും ഒക്കെ ചെയ്തിട്ട് ഈ ഒരു ഇഷ്യൂ കംപ്ലീറ്റ് ആയിട്ട് സോൾവ് ചെയ്ത് വിട്ടു. എങ്കിലും ആപ്പിളിനെ പോലുള്ള ഒരു വലിയ കമ്പനിയുടെ അന്ന് വരെ ഉണ്ടാക്കിയ ഒരു കംപ്ലീറ്റ് നല്ല പേരിന്റെയും മേളിലുള്ള ഒരു കറുത്ത കളങ്കമായിട്ട് ഈ ഒരു സംഭവം മാറി. ഇവിടെ ആപ്പിളിനാണോ ആൻഡ്രോയിഡിനാണോ കൂടുതൽ പവർ എന്നുള്ള കാര്യം നിങ്ങൾ താഴെ കമന്റ് ചെയ്യൂ.